ആൻമരിയയ്ക്കൊപ്പം അവിടുത്തെ വാർഡ് മെമ്പർ കൂടി ചേരുന്നു. ആൻമരിയ, വാർഡ് മെമ്പറോട് ചോദിക്കൂ, ഒരുപക്ഷെ കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. തീർച്ചയായിട്ടും ഹാഷ്മി, റിതു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുന്ന ഒരു സ്വഭാവമുള്ള ആളാണോ? അങ്ങനെയാണ് കേൾവിയുള്ളത്. ഇതുപോലെ പോലീസ് കേസൊക്കെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് വരെയും ഇങ്ങനെ തല്ലുകൊടുത്ത അയൽവാസികളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണമുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള പയ്യനാണത്. 28 വയസ്സിന്റെ അടുത്തുണ്ട്. എന്ത് ചെയ്യുക, ജോലി ചെയ്യുകയാണോ? കറക്റ്റായിട്ട് അറിയില്ല. വിവിധ ജോലിക്ക് പോകണ്ടെന്ന് തോന്നുന്നു. പിന്നെ ടൂ വീലറൊക്കെ മോഡേണായ രീതിയിൽ സ്പീഡിലൊക്കെ പോകുന്ന സ്ഥിതിയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. പലപ്പോഴും അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനടക്കം വിവിധ കേസുകൾ ഉള്ളതാണ് നിലവിൽ. ഈ കൊല്ലപ്പെട്ടവരുടെ ഒരാളിപ്പോ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ സീരിയസ് ആണെന്ന് മാത്രമേ നമുക്ക് ഉള്ള അറിവ്. ബാക്കി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഏത് ആശുപത്രിയിലേക്ക്? പറവൂർ ആശുപത്രിയിലും പറവൂർ ആശുപത്രിയിൽ നിന്ന് ഒരാളെ എന്താണ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് എറണാകുളത്തേക്ക് മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ കൊല്ലപ്പെട്ട കുടുംബം ഈ റിതുവിന്റെ ഈ അക്രമ സ്വഭാവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി മെമ്പറിനോട് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വന്തം വാർഡല്ല, ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ മെമ്പർ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയപ്പോഴേക്കും അവസാനത്തെ ആളെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് കണ്ടത്. നേരത്തെ പരാതികളുണ്ട്, അയൽവാസികളടക്കം പരാതി ഇവനെക്കുറിച്ച് പറയുന്ന സ്ഥിതി ഉള്ളതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എന്നിട്ട് നീക്കം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു ഇത് അത് പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ടാണ് പരാതി കൈമാറിയിട്ടുള്ളത്. അങ്ങനത്തെ വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പരാതി കൈമാറിയതിനു ശേഷം വരുന്ന ഒരു അതിനെക്കുറിച്ച് ഈ സമയത്ത് എന്ത് നടപടി എടുത്തെന്ന് കാര്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും നേരത്തെ ഈ പ്രശ്നത്തിലുള്ള പയ്യനാണെന്നാണ് നമ്മുടെ അറിവ്. നിങ്ങളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ റിതു ഇവിടെ ഉണ്ടായിരുന്നു, അതോ ഓടി രക്ഷപ്പെട്ടിരുന്നോ? ഇവിടെ ഇല്ല. ഇവിടെ അവസാനത്തെ അമ്മേനെ കൊണ്ടുപോകുന്ന സമയത്താണ് ഞങ്ങൾ എത്തുന്നത്. അങ്ങനെ 3 ആംബുലൻസ് വന്നിട്ടാണ് കൊണ്ടുപോയത് 4 പേരെയും. അതിനു മുമ്പ് റിതു ഓടി രക്ഷപ്പെട്ടുണ്ടായിരുന്നല്ലേ? ഇവിടുത്തെ വണ്ടി, ഈ വീട്ടിലെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് കണ്ടതെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായേക്കണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി. ഹാഷ്മി, ഇപ്പോൾ നമ്മളോട് ഇവർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ റിതു ഇതിനു മുമ്പും പലതരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. ഈ അയൽവാസികൾ പല രീതിയിൽ ഇത് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അക്രമി സ്വഭാവം പണ്ട് തൊട്ടേ, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിൽ നിന്നും ഈ റിതു പിന്മാറുന്ന ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കൊലപാതക ശേഷം റിതു രക്ഷപ്പെടുന്നത് ഈ വീട്ടിൽ തന്നെ, ഈ കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ തന്നെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് റിതു രക്ഷപ്പെടുന്നത്. അതിനുശേഷമാണ് പോലീസിലെത്തി റിതു സ്വയം കീഴടങ്ങുന്നത്. ഈ അപകടം സംഭവിച്ച ഒരാളുടെ നില ഇപ്പോൾ ഗുരുതരമായിട്ട് തുടരുന്നുമുണ്ട്. അതിന്റെ ആരോഗ്യ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ള വലിയൊരു കൊലപാതകം, ഒരു കുടുംബത്തിലെ തന്നെ 4 പേർക്ക് വെട്ടേൽക്കുക, അതിലൊരു 3 പേര് കൊല്ലപ്പെടുക എന്ന രീതിയിലേക്ക് വരുന്നത്. ഈ കാണുന്നതാണ് റിതുവിന്റെ കുടുംബം. ഇതിന്റെ തൊട്ടയൽവക്കം, അതായത് കൊല്ലപ്പെട്ടവരുടെ തൊട്ടയൽവക്കം തന്നെയാണ് റിതു. ഇതിന്റെ അപ്പുറത്താണ് ആദ്യം നമ്മളോട് പരാതി പറഞ്ഞ ചേച്ചിയുടെ വീട്. ഇവർ പലപ്പോഴായിട്ടും ഈ റിതു ഈ രീതിയിൽ ഈ ലഹരിയുടെ ഉപയോഗം മൂലം മദ്യപിച്ച് എത്തി ബഹളമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ വീട്ടുകാരോടെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ വീട്ടുകാർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലേക്കായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ രീതിയിൽ ഒരു കുഴപ്പം ഒന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യമല്ല ഉണ്ടായിരിക്കുന്നത്. ഈ പരാതി നൽകിയ, അല്ലെങ്കിൽ റിതുവിനോട് ഇത് നിർത്തണമെന്ന് പറഞ്ഞ ഈ അയൽവാസികൾ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവപ്പെട്ടിട്ടായിരിക്കാം. അല്ലെങ്കിൽ റിതു ഇങ്ങനെ 28 വയസ്സുള്ള ഒരു യുവാവാണ്, ഇനിയും ജീവിതാനുഭവം ഉണ്ടാകേണ്ട ആളാണ്, ഇനിയും ഒരുപാട് നിലയിലേക്ക് എത്തേണ്ടയാളാണ്. അപ്പോൾ ഈ സ്കൂൾ കാലഘട്ടം മുതലേ ഈ ലഹരി ഉപയോഗിക്കുന്ന റിതു അതിൽ നിന്ന് പിന്മാറണമെന്നുള്ള ഒരു ആഗ്രഹവും ഈ അയൽവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കാം. ഈ ആഗ്രഹമെല്ലാം ഉള്ളപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഇവർ റിതുവിനോട് സംസാരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാതെ വന്നപ്പോൾ സഹികെട്ടിട്ടാണ് ഈ പാവങ്ങൾ പോയി പരാതി നൽകുന്നത്. ആ പരാതിയിലാണ് ഈ ഒരു ഭീഷണിയുടെ സ്വരം ഋതുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ആദ്യം പലതവണയായിട്ട് ഭീഷണിപ്പെടുത്തുന്നു. ഈ കൊലപാതകം നടത്തിയ വീട്ടിലും അതിന്റെ അയൽവക്കത്തെ വീട്ടിലും എത്തി ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കും എന്നതടക്കമുള്ള ഭീഷണി, പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്ന് തന്നെയാണ് ഈ ചേച്ചി നമ്മളോട് പറഞ്ഞത്. അതായത് ഋതു വീട്ടിലെത്തി നിങ്ങളെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്ന് വരെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഋതു നന്നാവണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ ഒരു ഭീഷണി ഋതു തുടർന്നുകൊണ്ടേയിരുന്നു. ഋതു അവസാനം ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇവരുടെ വീട്ടിലേക്ക് എത്തി അതൊരു വാക്കുതർക്കമായി മാറുന്നു. ഭീഷണി വളരെ വലിയൊരു കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നു. ആ കൊലപാതക ശേഷം എന്ത് പറഞ്ഞാണ് വാക്കുതർക്കം? ഞാൻ പറഞ്ഞു 3 പേരെ 4 പേരെ വെട്ടാനും മാത്രം, അതിൽ 3 പേർ കൊല്ലപ്പെടാനും മാത്രം അത്ര തീവ്രതയിലുള്ള വാക്കുതർക്കം എന്താണ് ആൻമരിയ?
ഹാഷ്മി, ആ ഒരു വാക്കുതർക്കം അതിന്റെ പിന്നിൽ ലഹരി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ ലഹരിയുടെ ഉപയോഗം ഒരിക്കലും അതൊരു ചെറിയൊരു വാക്കുതർക്കത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കുകയില്ല. അതൊരു വലിയ തരത്തിലേക്കുള്ള ഒരു വിപത്തിലേക്ക്, ഒരാളെ നിയന്ത്രിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് ചില ലഹരിയുടെ ഉപയോഗം മാറും. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതലേ തന്നെ ഈ ഋതു ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം, അതായത് ഈ കൊലപാതകം നടത്തിയ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഋതു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം. ആ ലഹരിയുടെ ഉപയോഗത്തിലായിരിക്കാം. നമുക്കിതെല്ലാം സൂചനകളാണ്, ഒരു പ്രാഥമിക നിഗമനമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അയൽവാസികളെല്ലാം പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഋതു സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ലഹരിയുടെ ഉപയോഗത്തിൽ, ആ ലഹരിയുടെ കാഠിന്യം കൊണ്ട് ഈ വീട്ടിലേക്ക് എത്തിയ ആളായി ഈ വീട്ടിലേക്ക് എത്തിയതാവാം ഋതു. അതിനുശേഷമായിരിക്കാം ഋതു ഇവരുമായിട്ടൊരു വാക്കുതർക്കത്തിലേക്ക് വരുന്നത്. അതിനെ തുടർന്നാണ് ഈ വെട്ടുക അല്ലെങ്കിൽ വെട്ടിക്കൊലപ്പെടുത്തുക, ഒരു കുടുംബത്തിലെ 4 പേരെ വെട്ടുക, അതിൽ 3 പേരെ കൊലപ്പെടുത്തുക, ഈ രീതിയിലേക്ക് ഋതു മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി.